ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. മേത്തി വെച്ചിട്ട് നമ്മളൊരു പൊറോട്ട ചെയ്യാൻ പോകുന്നത് കേട്ടോ. മേത്തി വെച്ചാൽ ഉലുവേൻ്റെ ഇലയാണ്. അപ്പോൾ അത് ഒത്തിരി നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഷുഗർ ലെവൽ കൺട്രോൾ ആവാനും അതിനൊക്കെ മേത്തിൻ്റെ ഇല ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ തണുപ്പ് സീസൺ കഴിയാനാകുമ്പോഴേക്കും ഈ തണുപ്പിലാണ് കിട്ടുക ആക്ച്വലി ഇത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിനെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിയുന്നുണ്ട്. ഒരു വളരെ ചെറുതായിട്ട്, ഓൾറെഡി ഇല ചെറുതാണ് കേട്ടോ, നമ്മൾ മുരിങ്ങ ഇലയൊക്കെ പോലെ. അപ്പോൾ അതിനെ നന്നായി ചെറുതായിട്ട് അരിഞ്ഞാൽ നമുക്കിത് ആട്ടയിൽ മിക്സ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു 2 to 2.5 തവി, വലിയൊരു തവി കണ്ടില്ലേ, അതിൽ നിറച്ചും ആട്ട എടുത്തിട്ടല്ല, അതിലേക്ക് നമ്മൾ കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. ഓക്കെ, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഉലുവേൻ്റെ ഇല ഉണ്ടല്ലോ, മേത്തി ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അളവ് ആട്ടയ്ക്ക് ഞാൻ ഏകദേശം ഒരു 2 പിടിയിൽ കൂടുതലായിട്ട് ഇല അരിഞ്ഞിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം, പക്ഷെ കൂടുതലായാലും നല്ലതാണ്, ടേസ്റ്റി ആയിരിക്കും. ഇനി വെള്ളം നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇലയിൽ ഓൾറെഡി കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആദ്യം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കാൻ തുടങ്ങുക. നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊരു സാധാരണ ചപ്പാത്തി ഡോ പോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പം ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടി കുഴച്ചെടുത്താൽ അത് കയ്യിലൊന്നും ഒട്ടാണ്ട് നല്ല പാകത്തിന് കുഴഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഞാൻ സൺഫ്ലവർ എണ്ണയിലും ടേസ്റ്റ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ നല്ലെണ്ണ ഉണ്ടല്ലോ അതാണ്. അപ്പോൾ ഞാൻ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കാറ് പൊതുവേ ഇതുപോലത്തെ ചപ്പാത്തി. അത് ഇഷ്ടമല്ലാത്തവർക്ക് സൺഫ്ലവറിലും ആക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മേത്തീൻ്റെ ഇലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് നല്ലെണ്ണയിലാക്കിയാലും. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഈ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ സാധാരണ ചപ്പാത്തി ആക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. ലൈറ്റ് ഹാൻഡഡായിട്ട് പരത്തണം. ഇതിൽ പുറത്ത് വരാനും ചാടാനൊന്നും ഇല്ല, എന്നാലും നമ്മൾ കുറച്ച് ലൈറ്റ് ഹാൻഡഡായി പരത്തിയാൽ അത് നല്ല ഈവണായിട്ട് നല്ലതായിട്ട് വരും. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ 2 വശവും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ വെറൈറ്റി ചപ്പാത്തീസ് ആക്കുമ്പോൾ നമുക്ക് കഴിക്കാനും ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അതുപോലെ കുട്ടികളൊക്കെ കഴിക്കാൻ പഠിക്കുന്ന പല സാധനങ്ങളും നമുക്ക് ഇതുപോലെ അവർക്ക് ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കി ചപ്പാത്തിയും ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ജസ്റ്റ് പിക്കിൾ മതി കേട്ടോ, വേറെ കറിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മാങ്ങാ പിക്കിളോ എന്തെങ്കിലും ഒരു പിക്കിൾ ഉണ്ടെങ്കിൽ ഇത് സെർവ് ചെയ്യാം. തീർച്ചയായിട്ടും ആക്കി കൊടുക്കും. അത് വളരെ സോഫ്റ്റാണ് കേട്ടോ, പക്ഷെ ഒത്തിരി നേരം വെച്ചാൽ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കണേ. താങ്ക്